ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ നിന്ന് 2016 റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് കൂടുതൽ സമയത്തിലേക്ക് പിന്നെ കൃഷിയിലേക്ക് തിരിയാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഒരു ദിവസം ഒരു 2 മണിക്കൂർ നേരം എൻ്റെ ആരോഗ്യത്തിനും നല്ല ഭക്ഷണത്തിനും മറ്റേ മനസ്സിൻ്റെ സുഖത്തിനും വേണ്ടിയിട്ടാണ് ഞാനത് വർക്ക് ചെയ്യുന്നതിന് തീരുമാനിച്ച്. അതനുസരിച്ച് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ആത്തയാണ്. ഇത് മുള്ളാത്തയാണ്. ഇത് ഏത്തവാഴ കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു 100 വാഴകളും കൃഷി ചെയ്തിട്ടുണ്ട്. ഏത്തവാഴ, പാളയം കുടന്, ഇത് ഏത്തക്കൊല വെട്ടി ചെയ്തിരിക്കുന്നു കൊടുക്കാൻ വേണ്ടി. ഇത് പിന്നെ പലതരം വാഴകൾ. ഇത് മധുര അമ്പഴമാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതിൻ്റെ പഴമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിപ്പോൾ എനിക്ക് ഈ വർഷമാണ് കിട്ടിയത്. ഇത് മുള്ളാത്ത തന്നെ. ഇത് അബിയു ആണ്. ഇത് നോനിപ്പഴമാണ്. അതും കഴിച്ചത് നല്ല കായ്ഫലം കിട്ടുന്നുണ്ട്. ഇത് മധുര അമ്പഴമെന്നും പറഞ്ഞ് എനിക്ക് പുതുതായിട്ട് കിട്ടിയതാണ്. ഇത് ജാതി ഒരു 5-6 ജാതിയുണ്ട്. ഇത് സപ്പോട്ടയാണ്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഇത് പീനട്ട്. ഇത് മക്കട്ട ദേവ എന്ന് പറഞ്ഞൊരു പുതിയത് കാപ്പി. നെല്ലിയാണ്. ഇത് അബിയു ആണ്. അബിയുവിൻ്റെ കായാണിത്. കപ്പളം വിവിധ 4-5 ടൈപ്പ് കപ്പളമുണ്ട്. ചേന ഒരു 60 ചേന നട്ടിട്ടുണ്ട്. കപ്പ ഒരു 100 ചുവടോളം നിരക്കുന്നുണ്ട്. ഇത് കിലോക്കപ്പയായിട്ട് നട്ടിരിക്കുന്നതാണ്. ഇഞ്ചി കണ്ടമായിട്ട് നട്ടിരിക്കുന്നു. കുറച്ച് അതുപോലെ പിന്നെ കൂടത്തൈയായിട്ടുമുണ്ട്. ഗ്രോ ബാഗിൻ്റെ അകത്ത്. അതുപോലെ ചേമ്പ്, കാച്ചിലുണ്ട്. കാച്ചിൽ ഒരു 10-20 കാച്ചിൽ നട്ടിട്ടുണ്ട്. മാവ് ഒരു 5-6 ടൈപ്പുണ്ട്. കല്ലുവെട്ടി, ചക്കരമാവ്. ഇത് സെൻറ്റ് പേര എന്ന് പറഞ്ഞ സാധനമാണ്. ചെറുനാരകം. ഒരു 10 വർഷം 15 വർഷം ആയതാണ്. ഇത് കരുനാരകമാണ്. ഇത് വള്ളിനാരകമാണ്. പിന്നെ ഇത് മുരിങ്ങ ഇങ്ങനെ പൂവായിട്ടുള്ളതാണ്. നെല്ലിയാണ്. ചാമ്പ എനിക്ക് 3 ടൈപ്പുണ്ട്. പച്ച കളറുണ്ട്, റെഡ് ഉണ്ട്. ഇത് കുറ്റിക്കുരുമുളകാണ്. അത് 2-3 വർഷമായതാണ്. ഇത് ഈ വർഷം വെച്ചതാണ്. ഇത് റൂബിക്കയാണ്. അതും 2 കൊല്ലം 4 ആയിട്ട്. ഇത് റംബൂട്ടാനാണ്. റംബൂട്ടാൻ പല 4-5 ടൈപ്പുണ്ട്. ഇത് ഞാൻ മീൻകുളം ഒരു ഏകദേശം 1 ലക്ഷം ലിറ്ററോളം വെള്ളമുണ്ട്. ഇത് പിന്നെ ചെറിയൊരു കുളമുണ്ട്. ഗിഫ്റ്റ് വിലോപ്പിയാണ് ഇട്ടിരിക്കുന്നത്. ഗിഫ്റ്റ് വിലോപ്പിയ ഞാൻ പിടിച്ചിരിക്കുന്നതാണ്. കോഴി വളത്തിൽ ഒരു 10 കോഴികൾ ഞാൻ വളർത്തുന്നുണ്ട്. ചെറുതാൻ പെട്ടി ഒരു 15 ചെറുതാൻ പെട്ടിയുണ്ട്. അതിൻ്റെ അകത്ത് ഇത് ഒരു ഗ്രീൻ നെറ്റിൻ്റെ ഇതാണ്. അതിൻ്റെ അകത്ത് കോവയ്ക്ക, പാവൽ, പിന്നെ വഴുതന. ഇത് കുമ്പളങ്ങയാണ്. ഇത് വള്ളി പൈനാപ്പിൾ കൃഷിയുണ്ട്. കറിവേപ്പില, തക്കാളി 3-4 ടൈപ്പുണ്ട്. വെണ്ട പൂവായിട്ട് നിൽക്കുന്നു. വഴുതനയുണ്ട് 2 ടൈപ്പ്. യെല്ലോ കളർ. പാവയ്ക്ക ഉണ്ട്. പാവയ്ക്ക കായ്ച്ചിരിക്കുന്നു. കോവൽ താഴെ കൃഷി ചെയ്ത് അതിൻ്റെ ടെറസിലാണ് അതിൻ്റെ പത്തലെല്ലാം കിടക്കുന്നത്. അത് ആവശ്യത്തിന് ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്. കാന്താരി മുളക് കൊണ്ട് പല ചീരയാണിത്. ഇത് വള്ളി മുന്തിരി എന്ന് പറയുന്ന ഇതാണ്. അച്ചാറിടാനുണ്ടോ അതിൻ്റെ പൂവാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പിന്നെ വിളം എടുത്തിരിക്കുന്നതാണ്. പൂക്കൾ കുറേ കൃഷിയുണ്ട്. പല സൈസുള്ളതുണ്ട്. പല സൈസും പല വെറൈറ്റി ആയിട്ടുള്ള പല കളറിലും. പിന്നെ ഞാൻ എൻ്റെ ടെറസിലെ പുല്ല് ഇങ്ങനെ കെട്ടിത്തൂക്കി വയ്ക്കുന്നു.